ഹലോ. അലച്ചിലായിട്ടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് താലൂക്ക് ഹോസ്പിറ്റലിലോട്ടായിരുന്നു കേട്ടോ. തമ്പു ഇന്ന് വൈറ്റമിനെ കൊടുക്കേണ്ട ദിവസമായിരുന്നേ. ഈ കാണുന്ന തിരക്ക് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും വല്ല ഉത്സവമായിരുന്നു കേട്ടോ. ചീട്ടെടുക്കാനുള്ള തിരക്കാട്ടോ ഈ കാണുന്നത്. ഇതേ തിരക്ക് തന്നെ എൻ്റെ പുറകോട്ടും ഉണ്ട് കേട്ടോ. കുഞ്ഞു കുട്ടികളെയും കൊണ്ടും പിന്നെ ഒത്തിരി പ്രായമായവരും അതുപോലെ തന്നെ പല പല അസുഖങ്ങളുള്ളവരും എല്ലാവരും തിക്കി തിരക്കി ഇന്നാട്ടോ ഈ ചീട്ടെടുക്കുന്നത്. അത് വല്ലാത്ത അവസ്ഥയാട്ടോ. അങ്ങനെ നമ്മൾ ഒരു തരത്തിൽ അവിടെ നിന്ന് ചീട്ടൊക്കെ എടുത്ത് വൈറ്റമിനൊക്കെ കൊടുത്തിട്ട് നേരെ അടുത്ത ഹോസ്പിറ്റലിലോട്ടാട്ടോ പോയത്. തമ്മുവിൻ്റെ കണ്ണൊന്ന് കാണിക്കണമായിരുന്നേ. കുറച്ച് ദിവസമായിട്ട് അവളുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കാണിച്ചിട്ട് നമ്മൾ നേരെ വേറൊരു കടയിലോട്ട് പോയി. എൻ്റെ ദോശക്കല്ല് കുറച്ച് ദിവസമായിട്ട് കംപ്ലൈൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് വേറൊരു ദോശക്കല്ല് മേടിക്കാമെന്ന് വിചാരിച്ച് പോയതാട്ടോ. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ളവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി കേട്ടോ. അവർക്കൊരു ടോയ് ഒക്കെ കൊടുത്താട്ടോ വിട്ടത്. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ സ്ഥിരം മെറ്റീരിയൽ എടുക്കുന്ന ഷോപ്പിലോട്ട് പോയി. കസ്റ്റമർക്ക് വേണ്ടി കുറച്ച് മെറ്റീരിയൽ എടുക്കണമായിരുന്നു കേട്ടോ. അങ്ങനെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് അവിടുന്ന് വീണ്ടും വേറൊരു വൈദ്യൻ്റെ അടുത്തോട്ടാട്ടോ പോയത്. എൻ്റെ കാലിൻ്റെ ലിഗമെന്റിന് ചെറിയൊരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിയുടെ അടുത്ത് പോയി ഒന്ന് തിരുമ്മി കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ ഇത്രേ ഉള്ളൂ.